നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നല്ല കാലം വന്നു ചേരുന്ന കുറച്ചു നാളുകാർ. ഇവരുടെ ജീവിതം സത്യമാണ്. ഇവർക്ക് നല്ല നാളുകൾ തേടിയെത്തുന്ന സമയമാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്ന സമയം. ഇവർക്ക് ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും ജീവിതം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. എല്ലാവിധ നേട്ടങ്ങളും ഇവർക്ക് സാധ്യമാകും. ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിനും ഭാഗ്യം കടാക്ഷിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സമയമാണ്. ഏതൊക്കെ നാളുകാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കും. സകല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ജീവിതത്തിലെ ഏതൊരാഗ്രഹവും ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുകയും വിജയകരമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്ന അവസരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ സ്വപ്നതുല്യമായ തുടക്കം തന്നെ എന്ന് പറയപ്പെടുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാകും. ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. ഈ നക്ഷത്രക്കാർ വിജയിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരും. വലിയ വലിയ അവസരങ്ങൾ ഇവർ തേടി വരും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടം ഒട്ടനവധി വന്നു ചേരും. ഇവർക്ക് സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ഇതിലുണ്ടാകുന്ന സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന സമയം. എല്ലാ മേഖലകളിലും ഇവർക്ക് സമൃദ്ധിയാണ്, സമ്പന്നതയാണ്, ധനപരമായിട്ടുള്ള നേട്ടമാണ്, സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒട്ടനവധി വന്നു ചേരും. ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് വിഷമിച്ചിരുന്ന ആളുകളായിരുന്നു. ആ അവസ്ഥകളൊക്കെ മാറുന്നു. ഇനി ഇവർക്ക് സ്വപ്നതുല്യമായ നേട്ടം ലഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ, ഉയർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. മികച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സമ്പന്ന പദവി എത്തിച്ചേരുന്നു. മനസ്സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നേട്ടമാണോ ഉയർച്ചയാണ് അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഈശ്വരന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. അതിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. പാൽപായസ നിവേദ്യം, കതിർപ്പഴ നിവേദ്യമൊക്കെ സമർപ്പിച്ച്, തൃക്കൈവെണ്ണ സമർപ്പിച്ച്, തുളസിമാല ചാർത്തി ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് ജീവിത നേട്ടമുണ്ടാകും, ഉയർച്ചയുണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന, വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു. ആഗ്രഹിക്കുന്ന നേട്ടം അത് സ്വന്തമാക്കാൻ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭമായ ഒരു സമയം കൂടിയാണ്. സമ്പത്തും സൗഭാഗ്യവുമൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് സാധ്യമാകുന്ന സമയത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. നല്ലൊരു ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സർക്കാർ തലത്തിൽ നിന്ന് പോലും ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെ നാളുകൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുഃഖങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മാറ്റം വരുന്നു. ഇവർക്ക് സമൃദ്ധിയാണ്, നേട്ടമാണ്. എല്ലാ മേഖലയിലും, എല്ലാ രീതിയിലും, എല്ലാ ഉയർച്ചകളും ഇവർക്കുണ്ടാകുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന
സമയം തന്നെയാണ്. ഇനി അങ്ങോട്ട് അവർക്ക് ജീവിതത്തിൽ നേട്ടമാണോ ഉയർച്ചയാണോ വിചാരിക്കുന്ന പോലെ അവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധി നിറഞ്ഞ നാളുകൾ ഉണ്ടാകുന്നു. എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടാകുന്നു. ഒത്തിരി ജീവിത നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പണലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. പണം ഇവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി ഒന്നിച്ചേരും. മകരം നക്ഷത്രക്കാർ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരികെ പിടിക്കുന്നതിനും സ്വസ്ഥമായും സമാധാനമായും ജീവിതത്തിലെ നേട്ടങ്ങൾ ഇവരുടെ കൈവശം വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. നേട്ടമാണോ ഉയർച്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക നേട്ടവും ഉയർച്ചയും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ജീവിത നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് വളരെയധികം സാധ്യമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതം നക്ഷത്രക്കാർക്കും ജീവിത വിജയം നേടുന്നതിനും കാര്യപ്രാപ്തിയിലൂടെ അവരുടെ പ്രവർത്തന മികവ് കൊണ്ടും സ്ഥാനമാനങ്ങളും ഉയർച്ചകളും സമൂഹത്തിൽ അംഗീകാരം പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. സമൃദ്ധിയുടെ നാളുകളാണ് വന്നിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം വളരെയധികം ഇവരെ കടാക്ഷിക്കുന്നു. ഒരു വീട് വെക്കുന്നതിനുള്ള അവസരം ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉദ്ദേശിച്ച കാര്യം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്. ഒരു വീട് മേടിക്കുന്നതിനും ഒരു കാറ്, ഒരു വാഹനം ഇവ സ്വന്തമാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു. ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചയാണ്, നേട്ടമാണ്. ജീവിത വിജയം ഇവർക്കൊപ്പം ഒന്നു ചേരുന്നു. ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്കും ജീവിത സമയം അനുകൂലമാകുന്നു. ലോട്ടറി അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായ ധനഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ജീവിതം നല്ല രീതിയിൽ നല്ല സമയത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. രക്ഷപ്പെടാനുള്ള സമയമാണ്. ഇവർ വിഷമിക്കേണ്ട സാഹചര്യമില്ല, ദുഃഖിക്കേണ്ട അവസ്ഥകൾ വരില്ല. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും നല്ല അനുകൂലമായ സമയമാണ്. നല്ലൊരു കാലഘട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഒരു സംശയവുമില്ലാതെ തന്നെ എല്ലാ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർച്ച, ഭാഗ്യം, മഹാഭാഗ്യം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അനിഴം. അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഉയർച്ച, നല്ലൊരു നേട്ടം ഇവയൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ താഴ്ത്തപ്പെടുത്തുന്ന ഉയർച്ചകളും ഉന്നതിയും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വലിയ തോതിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥകളില്ലാതെ തന്നെ എല്ലാ കൂട്ടായ്മയോടുകൂടിയും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുക, എല്ലാം സമർപ്പിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും ഈശ്വരനോട് നന്ദി പറയുക. ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രവർക്കും ജീവിത വ്യത്യാസം കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടമുണ്ടാകുന്നു. കുടുംബൈശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന അവസരങ്ങൾക്കൊക്കെ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.